മയക്കുമരുന്ന് ലഹരിയിലേക്ക് നീങ്ങുന്ന യുവതലമുറയെ രക്ഷിക്കാൻ കൈകോർത്ത് എങ്കക്കാട് ഗ്രാമം. ലഹരിയുടെ കടന്നുകയറ്റത്തിൽ നിന്ന് നാടിന്റെ യുവത്വത്തെ സംരക്ഷിക്കാൻ കാവലൊരുക്കുകയാണ് നാട്ടുകൂട്ടത്തിലൂടെ എങ്കക്കാട് ഗ്രാമം. ഒരു കാരണവശാലും എങ്കക്കാട് ഗ്രാമത്തെ മയക്കുമരുന്നിന് വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് നാട്ടുകൂട്ടം. നാട്ടിലെ മുഴുവൻ വീടുകളിൽ നിന്നും കുറഞ്ഞത് ഒരാളെയെങ്കിലും അംഗമാക്കി ലഹരിക്കെതിരെ വിപുലമായ കർമ്മസമിതി രൂപീകരിക്കും. പൊതുപരീക്ഷകൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും യുവതി യുവാക്കൾക്കുമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. തുടർന്ന് ഘട്ടം ഘട്ടമായി മുഴുവൻ രക്ഷിതാക്കൾക്കും താൽപ്പര്യമുള്ള നാട്ടുകാർക്കും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാനും സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് താൽപ്പര്യമുള്ള യുവാക്കളെ ഉൾപ്പെടുത്തി വളണ്ടിയർ വിംഗ് ഉണ്ടാക്കാനുമാണ് തീരുമാനം. സമൂഹത്തിനാകെ മാതൃകയാകുന്ന തരത്തിൽ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഓരോ വ്യക്തിയെ ഈ നാട്ടുകൂട്ടത്തിൽ പങ്കെടുപ്പിച്ച് സമിതിക്ക് രൂപം കൊടുക്കുകയും തുടർന്ന് എല്ലാ മാസത്തിലും സമൂഹത്തിൽ കുട്ടികളെയും അമ്മമാരെയും കുടുംബങ്ങളെയും ഒന്നിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ്സും തുടർ നടപടികളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകൂട്ടം തീരുമാനിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി തുടങ്ങി. അത് എങ്കക്കാട് മാത്രമല്ല, വടക്കാഞ്ചേരി, തൃശ്ശൂർ മാത്രമല്ല, സംസ്ഥാനത്ത് ഒട്ടുക്ക് ഇതിൻ്റെ ഒരു അതിപ്രസരമുണ്ട്. ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള ആ നിലയിലേക്ക് പോയതുകൊണ്ട് വളരെ അപകടം ഉണ്ടായിട്ടുണ്ട്. ലഹരി ഉപയോഗം വീട്ടിൽ തന്നെ നടക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സമൂഹത്തിൽ ഇടപെടാത്ത വ്യക്തികളും കുട്ടികളുമാണ് ഇതിൽ കൂടുതൽ ഭയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നാട്ടിലുള്ള ക്ലബ്ബുകളുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, അമ്പല കമ്മിറ്റികളുണ്ട്. ഇതിലൊന്നും കൂടുതൽ ഇടപെടാത്ത കുട്ടികളാണ് ഈ ചതിയിൽ പോയി വീഴുന്നത്. നാട്ടിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം SPC, NCC, NSS വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ലഹരിക്കെതിരെയുള്ള കുട്ടിപ്പട്ടാളം രൂപീകരിക്കാനും നാട്ടുകൂട്ടം തീരുമാനിച്ചു. വേനൽ അവധിക്കാലത്ത് നാട്ടിലെ കുട്ടികളുടെ കായിക വിനോദം പ്രോത്സാഹിപ്പിക്കൽ, പോലീസും എക്സൈസുമായി സഹകരിച്ച് ഹോട്ട്സ്പോട്ടുകളാക്കി മാർക്ക് ചെയ്ത ഇടങ്ങളിൽ നിരീക്ഷണം നടത്തൽ, മുന്നറിയിപ്പ് ബോർഡുകളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളും കർമ്മസമിതി ഏറ്റെടുത്തു ചെയ്യും. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കയ്യിൽ മാത്രം നിൽക്കുന്ന ഒരു വിഷയമായിട്ട് ചുരുക്കാൻ നമുക്ക് സാധിക്കില്ല. നാട്ടിലുള്ള ക്ലബ്ബുകൾ, ഈ ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇന്നത്തെ പുതിയ തലമുറയെ തന്നെ ഏൽപ്പിച്ച് ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാട്ടുകൂട്ടം ശ്രമിക്കുന്നത്. ഗ്രാമത്തിൽ മയക്കുമരുന്ന് വിപണനവും ഉപയോഗവും ഉണ്ടാവില്ലെന്ന് ഉറപ്പാക്കുകയാണ് എങ്കക്കാട് നാട്ടുകൂട്ടം. TCV ന്യൂസ്, വടക്കാഞ്ചേരി.